നമ്മൾ ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിച്ച് കർത്താവിന് വചനം കേൾക്കുമ്പോൾ ഇന്ന് കർത്താവ് നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്വർഗത്തിൻ്റെ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കരുത്. സ്വർഗത്തിൻ്റെ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കരുത് എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. എല്ലാവരും ബൈബിളൊക്കെ എടുക്കണം. ബൈബിളൊക്കെ എടുത്ത് അതിൽ ദൈവം പറയുന്ന പ്രത്യേകമായിട്ടും ചില കാര്യങ്ങൾ, മുന്നറിയിപ്പുകൾ ബൈബിളിലുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. അതിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ഫരിസേയരും സദുക്കായരും യേശുവിനെ പരീക്ഷിക്കാൻ വന്നു. തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കുന്നു. രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? നമുക്ക് വചനം ഒന്ന് വായിച്ചാലോ? 2-3 വചനങ്ങൾ. അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്നിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം ഈ വചനത്തിലൂടെ ഈശോ പറയുക, നിങ്ങൾ ആകാശത്ത് നോക്കിക്കൊണ്ട്, കാലാവസ്ഥ നോക്കിക്കൊണ്ട്, സൂര്യൻ്റെ ഓരോ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വൈകുന്നേരവും രാവിലെയൊക്കെ നിങ്ങൾ പറയും, ഇന്ന് ഇങ്ങനെ സംഭവിച്ചിരിക്കും, ഇന്നിങ്ങനെ സംഭവിച്ചിരിക്കും. എന്നിട്ട് ഈശോ പറയുക, കാലഭേദങ്ങൾ, ആകാശത്തിൻ്റെ എല്ലാ ഭാവഭേദങ്ങൾ തിരിച്ചറിയുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കാലഘട്ടത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല? നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ അനേകം മുന്നറിയിപ്പുകൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. നമുക്കറിയാം, അനേകം കുട്ടികൾ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നു. അനേകം ദമ്പതികൾ ഭിന്നതയിലൂടെ കടന്നു വന്ന് കുടുംബങ്ങൾ തകർച്ചയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അനേകം കുടുംബത്തിൽ അസമാധാനം നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ കാലാവസ്ഥയും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഓരോ ശാസ്ത്രവും തിരിച്ചറിയുന്ന നിങ്ങൾ എന്തുകൊണ്ട് സ്വർഗത്തിൻ്റെ മുന്നറിയിപ്പുകൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല? ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുലിഖിതം, വെളിപാടിൻ്റെ പുസ്തകം 22-ന്റെ-11 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. നമുക്ക് വായിക്കാം. അനീതി ചെയ്തിരുന്നവൻ ഇനിയും ഒരുമിച്ച് വായിക്കാം. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. അപ്പൊ സ്വർഗം നമ്മോട് പറയുക, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ തിന്മ ചെയ്യുന്നവരും പാപത്തിൽ ജീവിക്കുന്നവരും അശുദ്ധിയിൽ ജീവിക്കുന്നവരും ഈ കാലഘട്ടത്തിൽ പെരുകുമ്പോൾ, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന നാം ചെയ്യേണ്ട കാര്യം, നമ്മൾ കൂടുതൽ വിശുദ്ധിയിൽ വളരണം. അനീതി ചെയ്യുന്നവർ അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവർ അങ്ങനെ ആയിക്കൊള്ളട്ടെ, എന്നാൽ നീതിമാൻ നീതി കൂടുതൽ പ്രവർത്തിക്കണം. വിശുദ്ധൻ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരാനുള്ള ശ്രദ്ധ കൊടുക്കണമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരിങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യക്തികൾ തിന്മയിൽ കഴിയുന്നു, പാപത്തിലൂടെ പോയിട്ടും അനീതി പ്രവർത്തിച്ചിട്ടും അവർക്കൊന്നും പറ്റിയില്ലല്ലോ, അവർക്ക് നല്ലതല്ലേ വരുന്നുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അവരെ പോലെ ആകാം എന്ന് നമ്മൾ വിചാരിക്കരുത് എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്.
റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. റോമാലേഖനം 8-ാമത്തെ അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങൾ. വചനം നമുക്ക് വായിക്കാം. റോമാലേഖനം, പെട്ടെന്ന് തന്നെ ബൈബിൾ എടുത്തു. നമ്മൾ കുറച്ച് ദൈവവചനം എല്ലാം കണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടും വചനത്തിലൂടെ കർത്താവ് പറയുന്ന ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നറിയിപ്പായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ നവീകരിക്കാൻ പെട്ടെന്ന് നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ന്റെ 5ഉം 6ഉം വചനങ്ങൾ. ജഡിയുമായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് നയിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം പറയാ, ജഡികമായി ജീവിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാം, പക്ഷെ അവരുടെ ആ ജീവിതത്തിന്റെ അവസാനം അവർ മരണത്തിലേക്ക് നയിക്കപ്പെടും. എന്നാൽ ആത്മീയ വഴികളിലൂടെ ആരെല്ലാം സഞ്ചരിക്കുന്നുവോ അവർ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് അവർ കടന്നു വരും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിന്മ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ പിന്തുടരുന്നവരായി നമ്മൾ മാറരുത് എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. ദ ബൈബിൾ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ നമുക്കറിയാം, അത് ഉൽപ്പത്തി 7-8 അധ്യായങ്ങളെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു സിനിമയാണ്. നോഹ പെട്ടകം പണിയുന്ന ദൃശ്യങ്ങളാണ് ആ സിനിമയുടെ കാതലായിട്ടുള്ള കാര്യങ്ങൾ. നോഹ പെട്ടകം പണിയുമ്പോൾ നമുക്കറിയാം, സാധാരണ ഷിപ്പുകളോ അല്ലെങ്കിൽ കപ്പലുകളോ ബോട്ടുകളോ ഒക്കെ പണിയുമ്പോൾ സാധാരണ പണിയുന്നത് എവിടെയാണ്? മലയെ കൊണ്ടുപോയി വല്ലവരും പണിയുമോ? മലയിൽ കൊണ്ടുപോയി പണിയില്ല. അത് പണിയുന്നത് കായലോരത്തോ അല്ലെങ്കിൽ കടലിൻ്റെ അരികിലോ ആണ് കപ്പലുകൾ പണിയുന്നത്, അല്ലെങ്കിൽ ബോട്ടുകൾ പണിയുന്നത്, വഞ്ചികൾ പണിയുന്നത്. കാരണം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തള്ളി കടലിലേക്ക് ഇടാം അല്ലെങ്കിൽ കായലിലേക്ക് ഇടാം. അപ്പോൾ അത് എളുപ്പമുണ്ട്. എന്നാൽ നോഹയും മക്കളും ഈ പെട്ടകം പണിതപ്പോൾ മലയുടെ മുകളിൽ കൊണ്ടുപോയി പണിതു. അപ്പോൾ ഈ സിനിമയിൽ അതിവർത്ത ഇതാണ്, മലയിൽ കൊണ്ടുപോയി നോഹയും മക്കളും എല്ലാം കൂടി പെട്ടകം പണിയെന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ പോലും പറയും തലയ്ക്ക് കിറുക്കെന്ന് പറയും, അല്ലെ വട്ടാന്ന് പറയും. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ളവർ പറഞ്ഞു, ഇത് നോഹയ്ക്ക് വട്ടാണ്, മക്കൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനം മുഴുവനും ഇങ്ങനെ കളിയാക്കി പറയുമ്പോൾ നോഹയും കുടുംബവും അത് ശ്രദ്ധിച്ചില്ല. അവർ ദൈവം പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ. ദൈവമാണ് പറഞ്ഞത്, ഈ മലയുടെ മുകളിൽ പോയി നിങ്ങൾ പണിയാൻ പറഞ്ഞു. അവരത് വിശ്വസിച്ചു, അത് ചെയ്തു. അപ്പോൾ താഴ്വാരത്തുള്ളവരെന്ത് ചെയ്തു? അവർ മദ്യത്തിലും ലഹരി വസ്തുക്കളിലും മറ്റ് പലതരത്തിലുള്ള മദ്യോത്സവങ്ങളിലും എല്ലാം മുഴുകി തിന്മയിലൂടെ അവർ കടന്നുപോയി. ആ സമയത്ത് പെട്ടെന്ന് ജലപ്രളയം ഉണ്ടാകുന്നു, സകലരും മുങ്ങി മരിക്കുന്നു. നോഹയും കുടുംബവും പണിത പെട്ടകത്തിൻ്റെ അടുത്ത് വരെ വെള്ളം ഉയർന്നു. തള്ളി വെള്ളത്തിലേക്ക് എറിഞ്ഞ ആവശ്യം വന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആ പെട്ടകം വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ ഇടയായി. അങ്ങനെ പിന്നീട് നമുക്കറിയാം, ദൈവം അവരെ രക്ഷിക്കുന്നു. നോഹയും കുടുംബത്തെ മാത്രം രക്ഷിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ നോഹ കേട്ടപ്പോൾ, ആ കുടുംബം ശ്രദ്ധിച്ചപ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നോഹയുടെ നാളുകളെ പോലെ ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കും. അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 37, 38, 39 വചനങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ ഇനിയും സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 39 വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവരറിഞ്ഞില്ല. ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക, മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നോഹയുടെ ദിവസം പോലെയുള്ള ഒരു തകർച്ചയും അല്ലെങ്കിൽ അതുപോലെയുള്ള ദുരിതവും അപകടവും മുമ്പിൽ വരും. അതുകൊണ്ട് ദൈവമക്കളായിട്ടുള്ളവർ അവരുടെ ജീവിതത്തെ
ദൈവോന്മുഖമായ ദൈവത്തിൻ്റെ വഴികളിലൂടെ അവർ നയിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വചനങ്ങൾ, പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ 2 മുതൽ പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെയുള്ള വചനങ്ങൾ ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിന്റെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിയിട്ടു. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് 7 പേരോടുകൂടി അവിടുന്ന് കാത്തു സൂക്ഷിച്ചു. അടുത്ത വചനം, സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. അപ്പൊ സ്നേഹമുള്ളവർ, ദൈവത്തിന്റെ വചനം പറയാ, ദൈവഭയമില്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു ഗുണപാഠമാണ് നോഹയുടെ കാലത്തുണ്ടായ പ്രളയം. അതുപോലെ സോദോം ഗൊമോറ ദേശങ്ങളിൽ അഗ്നി ഇറങ്ങി അവിടെ തിന്മ ചെയ്തവരെ മുഴുവൻ സമൂലം കത്തിച്ചു കളഞ്ഞ ദൈവത്തിൻ്റെ നീതി ഒരു ഗുണപാഠമാണ് എന്ന് ദൈവത്തിന് വചനം പറയുക. നമുക്കറിയാം, ഇന്ന് തിന്മ ധാരാളം പെരുകിയ ഒരു കാലഘട്ടത്തിലാണ്. ഞാനൊരു പള്ളിയിൽ ഒരു ഏകദിന കൺവെൻഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എനിക്ക് കല്യാണം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കുള്ള കല്യാണം തീരുമാനിച്ചു. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. എൻ്റെ കല്യാണം ആരുമായിട്ടാണ് എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ഇവൾ എന്നോട് പറയുകയാണ്, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഫിക്സ് ചെയ്തു, ഞങ്ങൾ ഇപ്പോൾ കല്യാണം കഴിച്ച പോലെ ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. 2 വീട്ടിലാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ കല്യാണം കഴിച്ചതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം സ്നേഹമുള്ളവരെ, ഇന്ന് തിന്മകൾ പെരുകി. ആ രീതിയിൽ സെയിം സെക്സ് മാരേജ് വേണം, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ, വചനത്തിലൂടെ നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നാളെ കുടുംബമില്ല, നമ്മുടെ തലമുറകളില്ല. അപ്പോൾ എന്നിട്ട് ഇവിടെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 7-ാം ക്ലാസ്സുകാരത്ത് പറയുക, ഞങ്ങൾക്ക് വേണം, അതിന് ഞങ്ങൾ ദത്തെടുക്കുമെന്ന് പറഞ്ഞു. സ്ത്രീയും ഒരുമിച്ച് ജീവിച്ചാൽ, കുടുംബമായിട്ട് ജീവിച്ചാൽ അത് കുടുംബമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ജീവിച്ചാൽ കുട്ടികളുണ്ടാവുമോ? അതിന് ഞങ്ങൾ ദത്തെടുക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയാണ് ഈ കാലഘട്ടങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലരെങ്കിലും ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, കുട്ടികൾ ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം അതുകൊണ്ട് ദൈവവചനത്തിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകും. നമ്മൾ ചരിത്രത്തിലേക്കും അതുപോലെ തന്നെ ദൈവവചനത്തിലേക്കെല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ ഇതുപോലെ ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിലൂടെ തകർന്നു പോയ ദേശങ്ങളെയും രാജ്യങ്ങളെയും എല്ലാം നമ്മൾ ബൈബിളിൽ തന്നെ കണ്ടുമുട്ടുന്നുണ്ട്, ചരിത്രത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിനിവേ പട്ടണം അതിനെക്കുറിച്ച് യോനായുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം നിനിവയിലേക്കുള്ള കാര്യങ്ങൾ, ആ പട്ടണത്തെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ നിനിവയിൽ യോനായുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതത്തിൽ നിനിവേ പട്ടണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിനിവേ പട്ടണം മഹാനഗരമായ നിനിവ എന്നാണ് വചനം പറയുന്നത്. അല്ലെ, നോക്കിയേ, 1:2 യോന 1:2 മഹാനഗരമായ നിനിവേ. 3-ാം അധ്യായം 3-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. മൂന്നാം അധ്യായം 3-ാമത്തെ വചനം. അതൊരു വലിയ നഗരമായിരുന്നു. അപ്പം യോനയെക്കുറിച്ച് പറയുകയാണ്, അത് വലിയൊരു നഗരമാണ്,
അസീറിയ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു നിനിവേ എന്ന് പറയുന്ന പട്ടണം. അപ്പം ഇങ്ങനെ ഈ പട്ടണം പിന്നീട് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോലും തെളിവുകളില്ല. ബൈബിളിൽ പറയുന്നുണ്ട് നിനിവേ എന്ന് പറയുന്ന പട്ടണം മഹാനഗരമാണ്, അത് വലിയൊരു പട്ടണമായിരുന്നു, നഗരമായിരുന്നു, അസീറിയയുടെ തലസ്ഥാനം എന്ന് പറയും. പക്ഷെ നമ്മൾ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പട്ടണം ഉണ്ടായിരുന്നു എന്ന് പോലും തെളിവില്ല. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഭൂഗർഭ ഗവേഷകർ ഗവേഷണം ചെയ്തു വന്നപ്പോൾ ഇങ്ങനെ ഒരു പട്ടണം ഉണ്ടായിരുന്നു എന്നതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ നഗരമായ നിനിവേയുടെ പ്രത്യേകതയും അല്ലെങ്കിൽ അതിൻ്റെ സമൃദ്ധിയെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിശക്തമായ കോട്ടകളാൽ, ബലിഷ്ഠമായ കോട്ടകളാൽ സുരക്ഷിതമാക്കി വെച്ചിരുന്ന ഒരു പട്ടണമാണ്, അങ്ങനെ നിർമ്മിച്ച ഒരു പട്ടണമാണ് നിനിവേ എന്ന് പറയുന്ന പട്ടണം. അതുമാത്രമല്ല, ആ പട്ടണത്തിന് 100 അടി ഉയരമുള്ള കോട്ടകളാൽ അത് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നഗരമായിരുന്നു നിനിവേ എന്ന് പറയുന്നത്. അപ്പം നിനിവേ പട്ടണത്തിന് 100 അടി ഉയരമുള്ള കോട്ടയുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ കോട്ടയുടെ 100 അടി ഉയരമുള്ള കോട്ടയുടെ പൊക്കത്തിലൂടെ 2 രഥങ്ങൾ നിഷ്പ്രയാസം ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന വീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള റോഡ് അതിൻ്റെ പൊക്കത്തിൽ കൂടെ 2 രഥങ്ങൾ കടന്നു പോകാൻ സൗകര്യമുള്ള റോഡുണ്ടായിരുന്നു അതിൻ്റെ പൊക്കത്തിൽ. അത് മാത്രമല്ല, ഈ കോട്ടയെ നിരീക്ഷിക്കാൻ, ഇപ്പം 100 അടി ഉയരമുള്ള കോട്ടയാണ്, പക്ഷേ 200 അടി ഉയരമുള്ള കാവൽ ഗോപുരങ്ങൾ ഈ നിനിവേ പട്ടണത്തിലുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായ ഒരു പട്ടണം, സമ്പൽ സമൃദ്ധിയിലും അതുപോലെ തന്നെ എല്ലാവിധ സമൃദ്ധിയിലുമെല്ലാം ജീവിച്ചിരുന്ന ദേശവും അതുപോലെ തന്നെ ആൾക്കാരുമുള്ള ഈ കോട്ട നിനിവേ പട്ടണം. അപ്പോൾ ഈ നിനിവേ പട്ടണം പിന്നീട് മേദ്യയുടെ സൈന്യാധിപനായിരുന്ന അർബേഷു എന്ന് പറയുന്ന ഒരു വ്യക്തി 3 വർഷത്തോളം ഈ കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. ഇവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി 3 വർഷം ഉപരോധം ഏർപ്പെടുത്തി. നമുക്കറിയാം, അങ്ങനെ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും. അന്നേരം ഉപരോധം ഏർപ്പെടുത്തിയാൽ പുറത്തേക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് അവർക്ക്, ആ ദേശത്തുള്ളവർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ മലമ്പുഴ ഉപരോധിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പാലക്കാടേക്ക് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ഭക്ഷ്യ കാര്യങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ക്ഷാമം ഉണ്ടാകും. അത് വെളിവിടെയുള്ളവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഉപരോധം കൊണ്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടാകും, ജോലിക്ക് പോകാൻ പറ്റില്ല, സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ബാധിക്കും. എന്നാൽ 3 വർഷം ഈ നിനിവേ പട്ടണം അർബേശ്വർ എന്ന് പറയുന്ന സൈന്യാധികൻ, മേദ്യയുടെ സൈന്യാധികൻ ഉപരോധം നടത്തിയെങ്കിലും ആ കോട്ടയ്ക്കൊന്നും പറ്റിയില്ല. അവിടെയുള്ള ആൾക്കാർക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല, കീഴടക്കാൻ പറ്റിയില്ല. കാരണം അത്രമാത്രം ശക്തവും സുരക്ഷിതവുമായിരുന്ന ഒരു കോട്ട, സമൃദ്ധിയുള്ള ഒരു കോട്ടയായിരുന്നു, അല്ലെങ്കിൽ ഒരു പട്ടണമായിരുന്നു. എന്നാൽ ഇങ്ങനെയുണ്ടായിരുന്ന ഈ പട്ടണമാണ് തകർന്ന് മണ്ണടിഞ്ഞ് മണ്ണിൻ്റെ ഭാഗമായി മാറിയത്. അതിനുള്ള കാരണം ചിന്തിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിനിവേ പട്ടണത്തിൻ്റെ കോട്ടയുടെ വലതുവശത്തുകൂടി ടൈഗ്രീസ് നദി ഒഴുകിയിരുന്നു. ടൈഗ്രീസ് നദി ഈ കോട്ടയുടെ വലതുഭാഗത്തൂടെ ഒഴുകിയിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഉപരോധമെല്ലാം വെച്ച് ശത്രു സൈന്യങ്ങൾ മുഴുവനും ഇവരെ തറ പറ്റിക്കണം, തകർത്ത് കളയണം കൊള്ളയടിക്കണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ 3 വർഷം നോക്കിയിരുന്നു, എന്നിട്ട് പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കോട്ടയുടെ വലതുവശത്തുകൂടെയുള്ള ടൈഗ്രീസ് നദിയിൽ മഴ പെയ്ത് വെള്ളം പൊങ്ങി. അതുപോലെ തന്നെ അത് കോട്ട മതിലിനെ തകർത്തു. വെള്ളം ഈ കോട്ടയ്ക്കുള്ളിൽ കയറി. തകർന്ന കോട്ടയുടെ വിടവിലൂടെ ശത്രു സൈന്യം ഓടി അകത്ത് കയറി തീ വെച്ച് ഈ പട്ടണത്തെ നശിപ്പിക്കുന്നു. അതുപോലെ വെള്ളം കൊണ്ട് ഈ ദേശം മുഴുവനും തകർന്നു പോവുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ നിനിവേ പട്ടണത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 വർഷം നശിപ്പിക്കാൻ നോക്കിയിട്ടും പറ്റിയില്ലെങ്കിലും ശത്രു സൈന്യം ഇവരെ തകർത്ത് കളയണം എന്ന് വിചാരിച്ചുകൊണ്ട് താപ്പ് നോക്കി ശത്രു സൈന്യം കാത്തിരിക്കുന്നു. എന്നാൽ അത് നിനിവേ നിവാസികൾക്കോ രാജാവിനോ അതിനെക്കുറിച്ച് ഒരു സൂക്ഷ്മതയില്ലായിരുന്നു എന്നുള്ളതാണ്. അവർ ശ്രദ്ധിച്ചില്ല. ശത്രു സൈന്യം വെള്ളം പൊങ്ങുന്നു, ടൈഗ്രീസ് നദിയിൽ മഴ പെയ്യുന്നു, വെള്ളം പൊങ്ങുന്നു, അവരതിൻ്റെ ചാലുകളൊക്കെ തിരിച്ചു കാണുമായിരിക്കും. അല്ലെങ്കിൽ മഴ പെയ്ത് ഈ ടൈഗ്രീസ് നദിയുടെ
വശങ്ങളിൽ ഏതെങ്കിലും പ്രത്യേകമായ ബണ്ടുകളൊക്കെ നിർമ്മിച്ചു കാണും. അതിനു മുമ്പ് മഴ പെയ്തിട്ടില്ല അവിടെ. അതിനു മുമ്പ് മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മഴ പെയ്ത് ഈ ടൈഗ്രീസ് നദി നിറയുമ്പോൾ അത് ഈ കോട്ടയെ തകർക്കാൻ തക്ക വിധത്തിൽ ഇവർ ഈ വെള്ളത്തെ ശത്രു സൈന്യം തിരിച്ചു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയ്ക്ക് വിടവുകൾ ഉണ്ടാക്കി കാണും. ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ മഹാനഗരമായി നിനിവെ നാശത്തിലേക്ക് പോവുകയാണ്, തകർന്നു പോവുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ദൈവ മുന്നറിയിപ്പ് നൽകി. നമുക്കറിയാം യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രത്യേകമായിട്ടും ഈ നിനിവെ പട്ടണത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷയും ശാപവും എല്ലാം കടന്നു വരും. ഇത് നാഹൂം പ്രവാചകന്റെ പുസ്തകത്തിലൂടെ എല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. നാഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. നാഹൂമിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ തില്ലിഖിതം. അവിടെ പറഞ്ഞ് പ്രവാചകനിലൂടെ ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ നിനിവേയുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ. നമുക്ക് നാഹൂം പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം എടുക്കാം. അതിൻ്റെ തലക്കെട്ട് പോലും തന്നെ ഇങ്ങനെയാണ്, നിനിവേയുടെ പതനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിനിവേയുടെ പതനം എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ട് എഴുതിക്കൊണ്ട് ദൈവം നാഹൂം പ്രവാചകനിലൂടെ നിനിവേയ്ക്കെതിരെ വരുന്ന നാശത്തെക്കുറിച്ചും ശത്രുവിൻ്റെ പീഡകളെക്കുറിച്ചും തകർച്ചകളെക്കുറിച്ചും വ്യക്തമായിട്ടും അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 1-ാമത്തെ വചനം വായിച്ചേ. നാഹൂമിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. വിനാശകൻ നിനക്കെതിരെ വരുന്നു, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിർത്തുക, നീ അരമുറുക്കുക, സർവശക്തിയും സംഭരിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, നാഹൂം പ്രവാചകനിലൂടെ നിനിവെ തകർന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം വെളിപ്പെടുത്തി. നമുക്ക് ഒരുമിച്ച് വായിക്കാം അത്. വിനാശകൻ നിനക്കെതിരെ വരുന്നു, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിർത്തുക, നീ അരമുറുക്കുക, സർവശക്തിയും സംഭരിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകും. ഒരു ദേശത്തെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവ മുന്നറിയിപ്പുകൾ നൽകും. നിനിവേയുടെ തകർച്ചയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് എന്തെല്ലാം ശ്രദ്ധ നീ എടുക്കണം. ഒരു കുടുംബം തകരാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹം തകരാതിരിക്കാൻ എന്തെല്ലാം മുന്നറിയിപ്പുകൾ നമ്മൾ എടുക്കണം. അതിനെക്കുറിച്ച് ദൈവം വചനത്തിലൂടെ പഠിപ്പിക്കുക. വിനാശകൻ നിനക്കെതിരെ വരും. നിനിവേ നിവാസികളോട് പറഞ്ഞു, നിനക്കെതിരെ വിനാശകൻ വരുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ കോട്ടകളിൽ നീ പ്രതിരോധം ഏർപ്പെടുത്തണം. നിന്റെ കോട്ടകളിൽ നീ പ്രതിരോധം ഏർപ്പെടുത്തുക, വഴികളിൽ നീ കാവൽ നിർത്തുക, നീ അരമുറുക്കുക, സർവശക്തിയും സംഭരിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ വിനാശകൻ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും തകർത്ത് കളയാതിരിക്കണമെങ്കിൽ നമ്മൾ കോട്ടകളിൽ പ്രതിരോധം തീർക്കണം. നമ്മൾ കോട്ടകളിൽ പ്രതിരോധം തീർക്കണം. അതുപോലെ തന്നെ നമ്മൾ അരമുറുക്കണം. എന്താണ് അരമുറുക്കുക എന്ന് പറഞ്ഞാൽ? എന്താ? ഹല്ലേലൂയ. തുണി കൊടുക്കാനാണോ ഉദ്ദേശിക്കുക? ഹല്ലേലൂയ. അപ്പം നമ്മൾ പ്രാർത്ഥനയും അതുപോലെ തന്നെ ദൈവവചനം എല്ലാം കേട്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മേഖലകളെയും എല്ലാം ദൈവം സംരക്ഷിക്കും എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വലതിനെ നിർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പൊ നമ്മുടെ കോട്ടകളിൽ നമ്മൾ പ്രതിരോധം ഏർപ്പെടുത്തണം. നമ്മുടെ കോട്ട ഏതാ? നമ്മുടെ ഭവനമാണ്. നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ പ്രതിരോധം ഏർപ്പെടുത്തുമ്പോൾ നമ്മുടെ കോട്ടയ്ക്കുള്ളിലെ മക്കൾ സംരക്ഷിതരായിട്ട് മാറും. നമ്മൾ കോട്ടയ്ക്കുള്ളിലെ മക്കളെ സംരക്ഷിക്കേണ്ടവരല്ലേ? നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടവരാണ്. മാതാപിതാക്കന്മാർ മക്കളെ സംരക്ഷിക്കേണ്ടവരാണ്. അവരുടെ ജീവിതങ്ങൾക്ക് സുരക്ഷിതത്വം നൽകേണ്ടവരാണ്. അവരുടെ തകർച്ചകൾക്ക് നമുക്ക് ഉത്തരവാദിത്വം ഇല്ലേ? മക്കളുടെ തകർച്ചകൾക്ക് നമുക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ഹല്ലേലൂയ. ഞാൻ പണ്ട് എയർഫോഴ്സിൽ വലിയ ഒരു ഉദ്യോഗസ്ഥനായിട്ടിരുന്ന ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്,
ഞാൻ എൻ്റെ മക്കളെ അധികം പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞു. അവരെ ഞാൻ അധികം പഠിപ്പിക്കില്ല. കാരണം അവരെ പഠിപ്പിച്ചാൽ അവർ എന്നേക്കായാലും വലിയ നെല്ലിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കില്ലെന്ന് പറയാണ്. എന്തൊരു മനുഷ്യനല്ലേ, എന്തൊരു മനുഷ്യനാ. അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കലും നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ നല്ല സാഹചര്യങ്ങൾ ഞാൻ ഒരുക്കി കൊടുത്തിട്ടില്ല. കാരണം അവരങ്ങനെ എന്നേക്കായാലും വലിയവരായി അവർ മാറണ്ട എന്ന് പറയാണ്. ഇതിനെ നമ്മൾ എന്താണെന്നാ പറയുന്നത്? മക്കൾ നല്ല രീതിയിലേക്ക് എത്തുക എന്നുള്ളതല്ലേ ഒരപ്പൻ്റെ അമ്മയുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത്. കുടുംബത്തിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടുമ്പോഴല്ലേ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമ്പോഴല്ലേ ഈ ശരിയായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഞാൻ അതുകൊണ്ട് നല്ല ഇതൊന്നും കൊടുത്തില്ല, കാരണം എന്നേക്കായാലും വലിയവന്മാരാകേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരും ഈ കാലഘട്ടങ്ങളിലുണ്ട്. ഇപ്പം നമ്മുടെ കോട്ടകൾ, നമ്മുടെ ഭവനം സുരക്ഷിതമാകണമെങ്കിൽ, നമ്മുടെ കോട്ടകൾ, മക്കളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ അരമുറുക്കി വിനാശകനും നമ്മുടെ മക്കളെ സംരക്ഷിച്ച് പ്രാർത്ഥനയുടെ കോട്ട കെട്ടി അവരെ വളർത്തുമ്പോൾ, ആത്മീയതയിൽ വളർത്തുമ്പോൾ അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറും, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ സ്വീകരിക്കണം. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനി നാളെ നമ്മുടെ കുടുംബങ്ങൾ ഇല്ല, അല്ലെങ്കിൽ തലമുറകളില്ല. സോദോം ഗൊമോറയുടെ കാര്യം അതാ. ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ അവർ സ്വീകരിക്കാതെ പോയി. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായം എടുത്ത് നോക്കിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 18ഉം 19ഉം സോദോം ഗൊമോറയെ കുറിച്ച് പറയുന്നതാണ്. സോദോം ഗൊമോറ സമ്പൽ സമൃദ്ധിയുടെ നാടായിരുന്നു. സമൃദ്ധി കൂടിക്കഴിഞ്ഞപ്പോൾ സോദോമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ കണ്ടുമുട്ടും, അവർ ദൈവത്തിൽ നിന്നും അകന്നു മാറി. സമൃദ്ധി ഉണ്ടായപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു മാറി. പാപം പെരുകി. ദൈവം അതിനെ നശിപ്പിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള വചനങ്ങളിൽ നമുക്കറിയാം. അബ്രാഹുമായി സംസാരിക്കുകയാണ്. അതിൻ്റെ 18ൻ്റെ 19 നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 18-ാമത്തെ വചനം, കർത്താവ് ആലോചിച്ചു, അബ്രാഹം മഹത്വവും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വെക്കണമോ? അപ്പം ദൈവം നശിപ്പിക്കാൻ പോകുന്നു, സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോകുന്നു എന്ന കാര്യം ദൈവം അബ്രാഹത്തിന് മുമ്പിൽ നിന്നും മറച്ചു വെച്ചില്ല. അബ്രാഹത്തോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നിട്ട് നമുക്കറിയാം, പിന്നീട് അബ്രാഹുമായിട്ട് സംസാരിക്കും. അബ്രാഹം ചോദിക്കുന്നുണ്ട്, 50 നീതിമാന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞ് നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് 50 നീതിമാന്മാരെ കിട്ടിയില്ല. അപ്പോൾ 5 കുറഞ്ഞ് 45 പേരുണ്ടെങ്കിൽ രക്ഷിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായി? ദൈവം പറഞ്ഞു 45 പേരുണ്ടെങ്കിലും രക്ഷിക്കും. അപ്പം നോക്കുമ്പോൾ 45 പേരില്ല. അപ്പം അബ്രാഹം ചോദിച്ചു 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. 40 ഇല്ല. പിന്നെ അബ്രാഹം പറയാം 30 പേരുണ്ടെങ്കിലോ? 30 ഇല്ലെന്നായി. അപ്പം വീണ്ടും പറയാണ് 20 പേരുണ്ടെങ്കിലോ? 20 പേരുമില്ല. 10 പേരുണ്ടെങ്കിലോ? 10 പേരുമില്ല. ആരുമില്ലെന്നായി. അപ്പോൾ ദൈവം ആരുമില്ലാത്ത സാഹചര്യത്തിൽ ദൈവം നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിന് മുന്നറിയിപ്പ് നൽകുകയാണ്. സ്വർഗത്തിൽ നിന്ന് അഗ്നിയും ഗന്ധകവും ഇറങ്ങി ആ ദേശം നശിപ്പിക്കും. ഇതൊക്കെ ചരിത്രമല്ലേ? ഇതൊക്കെ ചരിത്രമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ്, അബ്രാഹം ആ ലോത്തുമായിട്ടൊക്കെ വേർപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ലോത്ത് എടുത്ത ഏറ്റവും നല്ല സ്ഥലമായിരുന്നു ഏത്? സോദോം ഗൊമോറ. വീതം വെക്കുന്ന സമയത്ത് നല്ല ഭാഗം മുഴുവനും പുത്രൻ ലോത്ത് കൊണ്ടുപോയി. അബ്രാഹത്തിന് കിട്ടിയത് ഏതാ? ഉള്ള പാറയും കുന്നും
മലകളും എല്ലാം കിട്ടി. ഫലഭൂയിഷ്ഠമല്ലാത്ത സ്ഥലം. ലോകത്തിന് കിട്ടിയത് മുഴുവൻ ഫലഭൂയിഷ്ഠമായ സ്ഥലം. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ ഫലഭൂയിഷ്ഠമായ സ്ഥലത്ത് സമൃദ്ധി കൊണ്ട് നിറഞ്ഞപ്പോൾ ലോകത്തിൻ്റെ മക്കളും അതുപോലെ കുടുംബക്കാരും ആ ദേശത്തുള്ളവർ മുഴുവനും ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് അവർ തിന്മയിലും പാപത്തിലും അശുദ്ധിയിലും സ്വവർഗഭോഗങ്ങളിൽ മുഴുവനും മുഴുകി എന്നത് നമ്മൾ 18-19 അധ്യായങ്ങൾ ഉൽപ്പത്തി കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ദൈവം മുന്നറിയിപ്പ് നൽകുക, നശിപ്പിക്കും എന്ന് തീർത്ത് പറയുകയാണ്. പിന്നീട് നമുക്കറിയാം, ലോത്തും കുടുംബത്തോടും പോകാൻ പറഞ്ഞു. പക്ഷേ ഇത് തമാശയാണെന്നാണ് വിചാരിച്ചത്. ആ ദേശത്തുള്ളവർ വിചാരിച്ചു അങ്ങനെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇത് ഒരു തമാശയാണ് എന്ന് അവർ കരുതി. നോക്കിയ 19-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം. ഉൽപ്പത്തി 19:14. ഉടനെ ലോത്ത് തൻ്റെ പുത്രന്മാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടുപോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. ഇപ്പം ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് തമാശയായിട്ട് തോന്നുള്ളൂ. ഇപ്പം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ തമാശയായിട്ട് തോന്നും. അല്ലെങ്കിൽ ഉപവാസം എടുക്കണം, നോമ്പ് നോക്കണം എന്ന് പറഞ്ഞാൽ തമാശയായിട്ട് തോന്നും. വെള്ളിയാഴ്ചകൾ മാംസവർജനം പറയുമ്പോൾ അത് തമാശയായിട്ട് തോന്നും. എല്ലാം തമാശ. ഇന്ന് എല്ലാവർക്കും തമാശയാണ്. എല്ലാം തമാശയായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ തമാശ തോന്നുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ കുറച്ചധികം ആൾക്കാർക്ക് തമാശ തോന്നി നശിച്ചു പോയവരാണ്. സോദോം ഗൊമോറ ദേശക്കാർക്ക് പാപത്തിൽ മുഴുകിയപ്പോൾ, അശുദ്ധിയിൽ മുഴുകിയപ്പോൾ ദൈവം പറയുന്നത് മുഴുവനും തമാശയായിട്ട് തോന്നി. ഇന്ന് ദൈവം പറയുന്നതും വചനം പഠിപ്പിക്കുന്നതും തിരുസഭ പഠിപ്പിക്കുന്നതും തമാശയായിട്ട് തോന്നുന്ന അനേകം വ്യക്തികളും കുടുംബങ്ങളും ഈ കാലഘട്ടത്തിൽ പെരുകി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം സ്നേഹമുള്ളവരെ, പിന്നീട് സംഭവിച്ചു നമുക്കറിയാം. ഇതൊക്കെ തമാശയായിട്ട് തോന്നിയെങ്കിലും 23-ാമത്തെ വചനം നോക്കിയേ. 23-ാമത്തെ വചനം, ഈ ലോത്തും കുടുംബവും മാത്രം തമാശയല്ല, ദൈവം പറയുന്നത് സത്യമാണ് എന്ന് ചിന്തിച്ചു. അവനെക്കുറിച്ച് പറയുക, ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്ത് നിന്ന് സോദോമിലും ഗൊമോറായിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അതിലെ നിവാസികളെയും സസ്യലലാദികളെയും അവിടുന്ന് നാമാവിശേഷമാക്കി. അപ്പം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, തമാശയായിട്ട് നമ്മൾ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ, വചനത്തെ നമ്മൾ കരുതരുതെന്ന് പറയുക. തമാശയായിട്ട് കരുതരുത്. ഇപ്പം എന്തു പറ്റി? തമാശയായിട്ട് കരുതിയപ്പോൾ അവിടെ അഗ്നിയും ഗന്ധവും വീണ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് ചാവുകടലായി മാറി. ഇന്ന് നമുക്കറിയാം ചാവുകടൽ, അതാണ് ചാവുകടലിൻ്റെ ചരിത്രം. ഇതൊക്കെ സത്യമാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ പോയപ്പോൾ വന്ന നാശം. ഇന്ന് ചാവുകടലിൽ ഹോളിലാൻഡിൽ പോകുന്നവർ അതിൻ്റെ അകത്ത് മുങ്ങി കുളിക്കുന്നവരില്ലേ? പൊക്കത്തിൽ പൊങ്ങു പോലെ കിടക്കില്ലേ? സസ്യജാലങ്ങളും ജലജീവികളും മുഴുവനും ഇല്ലാത്ത ഒരു കടൽ. അപ്പൊ ദൈവം ഇല്ലേ? ദൈവം പറയുന്ന സത്യമല്ലേ? വചനങ്ങൾ സത്യമല്ലേ? ഇത് വചനം സത്യമല്ലെന്നും ദൈവമില്ലെന്നും പറയുന്നവർ ഈ ചാവുകളിലൊന്നും നോക്ക്. പാപത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചതിൻ്റെ ഒരു സാക്ഷ്യമായി ഈ ചാവുകടൽ മാറി എന്നുള്ളതാണ്. ഇപ്പം ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് ചാവുകടൽ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഏത് നഗരമാണ്? നിനിവയെ കണ്ടു. രണ്ടാമത് എവിടെ കണ്ടു? സോദോം ഗൊമോറയെ കണ്ടു. മൂന്നാമത് വേറൊരു സംഭവം ഉണ്ട്, അത് പറഞ്ഞുതരാം. ജെറുസലേം നഗരത്തിന് ഇതുപോലെ പറ്റി, ആ ദേശത്തിന് പറ്റി ഇതുപോലെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ
അത് അതേപടി അക്ഷരാർത്ഥത്തിൽ ആ ദേശത്ത് സംഭവിച്ചു. മുന്നറിയിപ്പുകളെ അവഗണിച്ചപ്പോൾ ആ ദേശം തകർന്നു പോയി എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ജെറുസലേമിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ നഗരമെന്നാണ്. അതുപോലെ ദൈവത്തിൻ്റെ ദേവാലയം, ആ ദേശത്തിൻ്റെ തിലകക്കുറിയായി അവിടെ ഉണ്ടായിരുന്ന ജെറുസലേം ദേവാലയം. നമുക്കറിയാം അവിടെ യേശു മനുഷ്യരായി ജനിച്ച് ദൈവപുത്രനായി കടന്നു വന്നപ്പോൾ ആ ദേശം യേശുവിനെ തിരസ്കരിച്ചു. യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നു. യേശു നൽകിയ രക്ഷ തിരസ്കരിച്ചപ്പോൾ യേശു ചില മുന്നറിയിപ്പുകൾ നൽകി. ആ മുന്നറിയിപ്പ് മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ 37-38 തിരുലിഖിതങ്ങളിൽ ഈ മുന്നറിയിപ്പ് നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. യേശു നൽകിയ രക്ഷ സ്വീകരിക്കാതെ പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തകർച്ചകൾ എന്താണ് എന്ന് ജെറുസലേമിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈശോ പറയുന്ന കാര്യം മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 37-38 തിരുലിഖിതങ്ങൾ നമുക്ക് വായിക്കാം. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്ന പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല. അപ്പം ദൈവത്തിന് വചനം പറയുകയാണ് പ്രവാചകന്മാരിലൂടെ. അതുപോലെ തന്നെ ദൈവം നൽകിയ ആ മുന്നറിയിപ്പുകൾ അവഗണിച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനങ്ങളും നിങ്ങളും പരിത്യക്തമാകും, ശൂന്യമായിട്ട് മാറും. അപ്പോൾ ദൈവത്തിൻ്റെ ഈ മുന്നറിയിപ്പുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ലോകത്തിൽ ദൈവം അനേകം മുന്നറിയിപ്പുകൾ പ്രവാചകന്മാരിലൂടെയും ദൈവവചനത്തിലൂടെയും പിന്നീട് ഇപ്പം നമുക്കറിയാം പരിശുദ്ധ അമ്മയിലൂടെയൊക്കെ ലോകം മുഴുവനും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ മുന്നറിയിപ്പുകൾ ദൈവം നൽകുന്നത് ദൈവം കാരുണ്യവാനും ദീർഘക്ഷമയുള്ളവനുമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ജെറുസലേമിന്റെ ചരിത്രം യേശുവിനെ തിരസ്കരിച്ച ജനത. അപ്പോൾ AD 70 വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ മകൻ തീത്തോസ് എന്ന് പറയുന്ന ആള് ജെറുസലേമിനെ വളഞ്ഞു, നശിപ്പിക്കാൻ വേണ്ടി ജെറുസലേമിനെ വളഞ്ഞു. എന്നാൽ ആ സമയത്ത് ജെറുസലേം റോമൻ സൈന്യത്താൽ ഉപരോധിക്കപ്പെട്ടു. അവിടെ റോമൻ സൈന്യം കൊണ്ട് ഉപരോധം വന്നപ്പോൾ ഭക്ഷ്യക്ഷാമം രൂക്ഷമായി. വിശപ്പ് സഹിക്കാനാകാതെ AD 70 അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു ഭക്ഷിച്ചു. അതുപോലെ തന്നെ ജെറുസലേം നഗരം കീഴടക്കപ്പെട്ടു. അങ്ങനെ യഹൂദരെ കൊന്ന് തെരുവിൽ ചോരപ്പുഴകളെല്ലാം റോമൻ സൈന്യത്താൽ ഉണ്ടായി. 13 ലക്ഷം യഹൂദർ അന്ന് വധിക്കപ്പെട്ടു. ദേവാലയം ചുട്ടുചാമ്പലാക്കുകയും 17 വയസ്സിൽ താഴെയുള്ള 97,000-ഓളം യഹൂദന്മാരെ ഈജിപ്തിലെ അടിമക്കച്ചവടത്തിന് വേണ്ടി വിൽക്കാനായി കൊണ്ടുപോയി. എന്നാൽ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി, എന്നാൽ വാങ്ങാൻ ആളില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രമാത്രം പീഡനങ്ങൾ, സഹനങ്ങൾ, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ ഇതെല്ലാം അവിടെ അരങ്ങേറുന്നതാണ്. 97,000-ഓളം 17 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോയി വിൽക്കാൻ കൊണ്ടുപോയി. പക്ഷേ മേടിക്കാൻ ആരുമില്ല. ഇതിനെക്കുറിച്ച് ഇതൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. നിയമാവർത്തന പുസ്തകം 28-68 എടുത്ത് നോക്കിക്കേ. നിയമാവർത്തന പുസ്തകം 28-68. കർത്താവ് നിന്നെ കപ്പൽ മാർഗം ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകും. എല്ലാവർക്കും കിട്ടി ഒരുമിച്ചെടുക്കുക വായിക്കുന്ന. കിട്ടിയോ? ഒരുമിച്ച് വായിക്കാം. കർത്താവ് നിന്നെ കപ്പൽ മാർഗം ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകും.
ഇനി ഒരിക്കലും നീ കാണുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന വഴിയാണത്. അവിടെ നിങ്ങൾ ദാസന്മാരും ദാസികളുമായി നിങ്ങളുടെ ശത്രുക്കൾക്ക് അടിമവേലം ചെയ്യാൻ നിങ്ങളെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കും, എന്നാൽ ആരും നിങ്ങളെ വാങ്ങുകയില്ല. അപ്പം സ്നേഹമുള്ളവരെ, ദൈവം വചനത്തിലൂടെ മുന്നറിയിപ്പ് നൽകി ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ഇത് AD 70 സംഭവിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ ഇസ്രായേൽ ജനത സ്വീകരിക്കാതെ വന്നപ്പോൾ, ജെറുസലേം നിവാസികൾ സ്വീകരിക്കാതെ വന്നപ്പോൾ, യഹൂദന്മാർ സ്വീകരിക്കാതെ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നു, അടിമകളായി കൊണ്ടുപോകുന്നു, എന്നാൽ വിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ സംഭവിച്ചു എന്നുള്ളത് ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ അവർ സ്വീകരിക്കാതെ പോയതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പം നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ സ്വീകരിക്കാതെ പോകുന്നവരുടെ ജീവിതത്തിൽ വരുന്ന തകർച്ചകളെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 45-ാമത്തെ വചനം, നീ നശിക്കുന്നത് വരെ ഈ ശാപമെല്ലാം നിന്റെ മേൽ പതിക്കും, ഇവ നിന്നെ വേട്ടയാടി പിടിക്കും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ കേട്ടില്ല, അവിടുന്ന് നൽകിയ കൽപ്പന നീ പാലിച്ചുമില്ല. എന്നിട്ട് വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. 48 നോക്കിയേ, കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും. നീ നശിക്കുന്നത് വരെ അവിടുന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പ് നുകം വയ്ക്കും. 53-ാമത്തെ വചനം നോക്കിക്കേ, ഉപരോധം വഴി ശത്രുക്കൾ നിന്നെ ഞെരുക്കുകയും നീ കഠിനമായ ക്ലേശം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്വന്തം ശരീരത്തിൻ്റെ ഫലം, നിന്റെ പുത്രീപുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും. അപ്പോൾ ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ സ്വന്തം മക്കളെ മാതാപിതാക്കന്മാർ, അമ്മമാർ കൊന്നു ഭക്ഷിച്ചു എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രമാത്രം തിന്മയും അതുപോലെ തന്നെ പാപത്തിലുമെല്ലാം മുഴുകുന്ന ഒരു വ്യക്തിയുടെ നവീകരണവും മാനസാന്തരവും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ നവീകരണവും മാനസാന്തരവും ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുമ്പോൾ, ഈ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഇരുമ്പ് നുകം കഴുത്തിൽ വരുന്ന അനുഭവം, ഇരുമ്പ് നുകം കഴുത്തിൽ വരും. ദൈവത്തിൻ്റെ വചനം 28-48 പറയുകയാണ്, നീ നശിക്കുന്നത് വരെ. 28-48 വചനം പറയുന്നതാണ്, നീ നശിക്കുന്നത് വരെ നിന്റെ കഴുത്തിൽ ഇരുമ്പിൻ്റെ നുകം വെച്ചു തരുമെന്നാണ് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രമാത്രം രൂക്ഷമായ ക്ഷാമം, രൂക്ഷമായ പ്രതിസന്ധി നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് വിൽക്കാൻ അടിമയായിട്ട് കൊണ്ടുപോവുക. 97,000-ഓളം പേരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. വിൽക്കാൻ നോക്കിയിട്ടും വിൽക്കാനും പറ്റുന്നില്ല, അടിമയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. 13 ലക്ഷത്തോളം യഹൂദന്മാർ വധിക്കപ്പെടുകയാണ്. പിന്നീട് ഇത് AD 70 സംഭവിച്ചാൽ AD 73 മസാദ കൂട്ടക്കൊല എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ നടന്നു. ഒരു ദാരുണ സംഭവം നടക്കുകയാണ്, ജെറുസലേമിൽ നടക്കുന്നുണ്ട്. ഓരോരുത്തരും അവരിങ്ങനെയാണ്, ഓരോരുത്തരും സ്വന്തം ഭാര്യമാരെ മക്കളെയും വെട്ടിക്കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വെട്ടിക്കൊന്നു. അങ്ങനെ വെട്ടിക്കൊന്ന് ബാക്കി കൊല്ലാൻ 10 പേരെ ചുമതലപ്പെടുത്തി. 10 പേരെ ചുമതലപ്പെടുത്തി ബാക്കിയുള്ളവരെല്ലാം കൊല്ലാൻ. അവർ അങ്ങനെ എല്ലാവരും കൊന്നു കഴിഞ്ഞപ്പോൾ ബാക്കി ഒരാൾ 10 പേര് അവശേഷിച്ചു. അതിൽ ഒരാൾ 9 പേരെയും കൊന്നു. അതിനുശേഷം ഇവൻ്റെ വാളിൽ ഇവൻ സ്വയം വീണ് ആത്മഹത്യ ചെയ്ത് അങ്ങനെ അവൻ മരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, മസാദ കൂട്ടക്കൊല എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിക്കാതെ പോകുന്ന വ്യക്തികളിലും തലമുറകളിലും ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറുമെന്ന് സൂചിപ്പിക്കുകയാണ്. AD 132 വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. AD ഇത് 73 പിന്നീട് AD 132 സൈമൺ ബാർ കൊച്ചുബ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ അവശേഷിച്ച യഹൂദന്മാരെ സംഘടിച്ച്, അവിടെ ഉണ്ടായിരുന്ന അവശേഷിച്ച യഹൂദർ സംഘടിച്ച് ഈ പറയുന്ന സൈമൺ ബാർ കൊച്ചുബായുടെ നേതൃത്വത്തിൽ റോമ ഗവൺമെൻറ്റിനെതിരായിട്ട് അവർ വിപ്ലവം നയിച്ചു.
പക്ഷേ ആ വിപ്ലവത്തിൽ യഹൂദന്മാർക്ക് വിജയിക്കാൻ പറ്റിയില്ല, അത് പരാജയമായി. അങ്ങനെ ആ വിപ്ലവം നടന്ന സമയത്ത് റോമാക്കാർ 5,80,000 യഹൂദന്മാരെ വധിച്ചു കളയുകയാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവത്തിൻ്റെ കൽപ്പനകളെ നിരസിച്ചപ്പോൾ കൂട്ടക്കലകൾ വരുന്നു, അവരുടെ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന അനേകം ആൾക്കാർ വിൽക്കാൻ വേണ്ടി അടിമകളായിട്ട് കൊണ്ടുപോകുന്നു, വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വലിയ വിപ്ലവങ്ങളിൽ ആ ദേശത്ത് അരങ്ങേറുകയാണ്. പിന്നീട് ഹഡ്രിയാൻ കൈസർ എന്ന് പറയുന്ന ചക്രവർത്തി യഹൂദന്മാരുടെ പരിച്ഛേദന കർമ്മം ജെറുസലേമിൽ നടത്താൻ പാടില്ല എന്ന്, ഇനിമേൽ പാടില്ല എന്ന ഒരു നിയമം കൊണ്ടുവന്നു. ഈ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ 5 ഭൂഖണ്ഡങ്ങളിലേക്ക് ചിതറി ഓടി. അങ്ങനെയാണ് യഹൂദന്മാർ വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറി ഓടാൻ ഉണ്ടായ സംഭവം. പിന്നീട് എങ്ങനെയാണ് അവർ പിന്നീട് 47 രാജ്യം സ്ഥാപിച്ചു എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ഈ യഹൂദന്മാർ ദൈവം നൽകിയ ആ പദ്ധതികളും അതുപോലെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളും സ്വീകരിക്കാതെ പോയപ്പോൾ അവർ ചിതറിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രമാണ്. അപ്പോൾ ജെറുസലേം പിന്നീട് റോമൻ നഗരിയായി മാറി. ഒരൊറ്റ യഹൂദർക്കും അവിടെ പ്രവേശനമില്ല, അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് കടന്നു വരികയാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ, വചനത്തിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിക്കാത്ത വ്യക്തികളും കുടുംബങ്ങളും തലമുറകളും ചിതറിക്കപ്പെടും എന്നുള്ളതിൻ്റെ, രാജ്യങ്ങളും നശിപ്പിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഇതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 23:38 ദൈവത്തിന് വചനം പറയുന്നുണ്ട്. മത്തായി 23:38. കിട്ടിയെങ്കിൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യമായി തീർന്നിരിക്കുന്നു. അപ്പം ഇസ്രായേൽ യഹൂദന്മാരുടെ ഭവനങ്ങൾ മുഴുവനും പരിത്യക്തമായി ശൂന്യമായി അവർ ദേശം വിട്ടു പോകേണ്ടതായിട്ട് വന്നു. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 1-2 വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 24:1-2 വചനങ്ങൾ, അതിൻ്റെ താഴ്ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിൽ മേൽ കല്ലു ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. സ്നേഹമുള്ളവരെ, നമ്മൾ യഹൂദന്മാരുടെ ആ ദേവാലയം തകർന്നതിനെക്കുറിച്ച് പറയുകയാണ്. അവരൊരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മളിപ്പോൾ ചരിത്രങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടു വരുമ്പോൾ അതെല്ലാം ചിതറിക്കപ്പെട്ടു. ഇനി കല്ലിന്മേ കല്ല് ശേഷിക്കാതെ അടിത്തറ വരെ മാന്തും എന്നാണ് പറഞ്ഞത്. അടിത്തറ വരെ മാന്തും എന്ന് പറയുകയാണ്, എല്ലാം തകർക്കപ്പെടും. അതിനെക്കുറിച്ച്, ഈ ദേവാലയം തകർന്നതിനെക്കുറിച്ച് ഈ പറയുന്ന വചനങ്ങൾ നിവർത്തിതമായോ എന്ന് ചരിത്രകാരനായ ജോസഫസ് അതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. റോമൻ സൈന്യം ജെറുസലേം നഗരം മുഴുവനും തകർത്തപ്പോൾ അവർ ദേവാലയത്തിന് തീ വെക്കുകയാണ്. ഈ ജെറുസലേം ദേവാലയത്തിന് തീ വെച്ചു. അത് മാത്രമല്ല, ദേവാലയത്തിൻ്റെ പല ഭാഗങ്ങളും സ്വർണ്ണ നിർമ്മിതമായതിനാൽ അത് ശേഖരിക്കാൻ വേണ്ടി ദേവാലയത്തിൻ്റെ അടിത്തറ വരെ അവർ ഇളക്കി മറിച്ചിട്ടു. ഇപ്പോൾ സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിച്ച്, പലതും സ്വർണം കൊണ്ടാണ് അവിടെ പണിതിരുന്നത്. അപ്പം അതുകൊണ്ട് സ്വർണം അതിൻ്റെ അകത്ത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി തറയെന്ന് മാത്രമല്ല, ഇനി അടിത്തറയിലുണ്ടെങ്കിൽ അതും കൂടി മാന്തിയെടുക്കാൻ വേണ്ടി അതിൻ്റെ കല്ലുകൾ ഇളക്കിപ്പറിച്ച് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം ഇതാ, കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും എന്ന് പറഞ്ഞ വചനം സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ വ്യക്തികൾ, കുടുംബങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ, ഭൂമി ഇതെല്ലാം സ്വീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തകർന്നു പോകുന്നുള്ളത് ചരിത്രമാണ്. നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ സ്വീകരിക്കാതെ പോകുമ്പോൾ സംഭവിക്കുന്ന തകർച്ചകൾ ചരിത്രമാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് ലോകത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് മറ്റൊരു ചരിത്രം ഞാൻ പറയാം. ഒരു ദേശത്തുണ്ടായ അനേകം ദേശങ്ങളിൽ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിക്കാത്തതിൽ അനേകം തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചരിത്രമാണ്. അതിൽ വേറൊരു സംഭവം പറയാം. ആഫ്രിക്കയിലുണ്ടായ ഒരു സംഭവമാണ്. ആഫ്രിക്കയിൽ റുവാണ്ടയിൽ കിബോഹോ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്, ചെറിയ പട്ടണമാണ്.
അപ്പോൾ ഈ പട്ടണത്തിൽ 1980 കാലഘട്ടങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ചില കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ആഫ്രിക്കൻ ജനത ധാർമ്മികമായ ജയത്തിലൂടെ പോവുകയാണ്. അപ്പം അതുകൊണ്ട് കുത്തഴിഞ്ഞ ലൈംഗിക ബന്ധവും അങ്ങനെയുള്ള ജീവിതങ്ങളിൽ നിന്നുമെല്ലാം അവർ പിന്തിരിയണം. എന്നിട്ട് പറഞ്ഞു, പണത്തിനോ അതുപോലെ തന്നെ മനുഷ്യപ്രീതിക്ക് വേണ്ടിയല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് നിങ്ങൾ ജീവിക്കണം, അങ്ങനെ പ്രവർത്തിക്കണം. അതുകൊണ്ട് ദൈവസ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കണം, ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് നിങ്ങൾ കുത്തഴിഞ്ഞ ജീവിതങ്ങൾ അവസാനിപ്പിക്കണം, അശുദ്ധി നിറഞ്ഞ ജീവിതങ്ങൾ അവസാനിപ്പിക്കണം. ഇങ്ങനെയെല്ലാം ദൈവം പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ മുഴുവനും നിങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അത് നിങ്ങൾ ദൈവത്തിന് കാഴ്ചവെക്കണം. അപ്പം ദൈവത്തിന് കാഴ്ചവെക്കണം. അതുകൊണ്ട് ആഫ്രിക്കൻ ജനതയോട്, റുവാണ്ടൻ ജനതയോട് പരിശുദ്ധ അമ്മ പറയാൻ, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം, നിങ്ങൾ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കണം, അതുപോലെ തന്നെ ദൈവത്തെ നിങ്ങൾ അനുസരിക്കണം. സകല തിന്മകളെക്കാളും ശക്തനാണ് ദൈവം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം, യേശുവിനെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണം, നിങ്ങൾ കൊല്ലരുത്, പീഡിപ്പിക്കരുത്, മനുഷ്യ അവകാശങ്ങൾ നിങ്ങൾ മാനിക്കണം, മനുഷ്യാവകാശങ്ങൾക്കെതിരായി പ്രവർത്തിക്കരുത്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നാശം കടന്നു വരും എന്ന് പരിശുദ്ധ അമ്മയിലൂടെ മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ അതുകൊണ്ട് ദൈവസ്നേഹം കൊണ്ട് നിറയണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് നിങ്ങൾ പാപത്തെ തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ദേശത്ത് സംഭവിക്കുന്നത് രക്തം നിറഞ്ഞ നദി ഉണ്ടാകുമെന്ന് പറഞ്ഞു. നദികളിലൂടെ രക്തം ഒഴുകും. എന്നിട്ട് പറഞ്ഞു, പരസ്പരം കൊല്ലുന്ന ജനങ്ങളുണ്ടാകും, കുഴിച്ചു മൂടാൻ ആരുമില്ലാത്ത വിധത്തിൽ ശവശരീരങ്ങൾ അവിടെ ഇവിടെയെല്ലാം ചെതറിക്കിടക്കും. എന്നിട്ട് പറയുകയാണ്, തലകൾ അറ്റുപോയ ശവശരീരങ്ങൾ ചെതറിക്കിടക്കും. അതുപോലെ തന്നെ ആളിക്കത്തുന്ന മരം കാണും. അങ്ങനെയുള്ള ഒരു സന്ദേശം നൽകി. ഇത് ചെറിയ കുട്ടികളിലൂടെയാണ് സന്ദേശം നൽകിയത്. ഇത് 1980 നൽകി. അപ്പോൾ ഈ മുന്നറിയിപ്പ് ഇവർ തമാശ ആയിട്ടും ഇവർക്ക് എന്താണ് ഭ്രാന്താണെന്നൊക്കെയാണ് പറഞ്ഞത്. ഈ കുട്ടികൾക്ക് ഭ്രാന്താണ്, അതുപോലെ തന്നെ ഇത് തമാശയാണ്. അതുകൊണ്ട് ജനം മുഴുവനും, റുവാണ്ട കെബോഹോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജനം മുഴുവനും അത് തമാശയായിട്ട് പുച്ഛിച്ച് തള്ളി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ കുട്ടികൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇത് പറയുമ്പോൾ ആ ജനം മുഴുവനും ഇത് പുച്ഛിച്ച് തള്ളുകയാണ്, നിങ്ങൾക്ക് ഭ്രാന്താന്നൊക്കെ പറഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, ബ്ലെസ്സഡ് ആർ ദ ക്രേസി ഓഫ് ദ ലോഡ് എന്ന് പറയുകയാണ്. ബ്ലെസ്സഡ് ആർ ദ ക്രേസി ഓഫ് ദ ലോഡ് എന്ന് മാതാവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവിൻ്റെ ഭ്രാന്തന്മാർ അനുഗ്രഹീതനാന്ന് പറയാണ്. കർത്താവിൻ്റെ ഭ്രാന്തന്മാർ അനുഗ്രഹീതമാണ്. അതുകൊണ്ട് ഈ മുന്നറിയിപ്പുകൾ സ്വീകരിക്കണമെന്ന് പരിശുദ്ധമ്മ പറഞ്ഞെങ്കിലും ഈ മുന്നറിയിപ്പുകൾ കിബോഹ റുവാണ്ട നിവാസികൾ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറായില്ല. പിന്നീട് സംഭവിച്ചു നമുക്കറിയാം. ഇത് 80 പറഞ്ഞെങ്കിൽ 94 അവിടെ ഒരു റുവാണ്ടയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാവുകയാണ്. 94 14 വർഷം ശേഷം, ഈ സന്ദേശത്തിന് 14 ശേഷം വലിയ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടായി. അവിടുത്തെ പ്രസിഡന്റ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യാനിയായ പ്രസിഡന്റ് ജുവനാൽ ഹാബിയാരി മാനായി എന്ന് പറയുന്ന ഈ പ്രസിഡന്റ് വധിക്കപ്പെട്ടു. അങ്ങനെ ആഭ്യന്തര കലഹം അവിടെ ഉണ്ടാവുകയാണ്. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വലിയൊരു കൂട്ടക്കൊല റുവാണ്ടയിൽ ഈ കിബോഹയിൽ നടത്തപ്പെടുകയാണ്. ഹുട്ടൂസ് എന്ന് പറയുന്ന ഗോത്രക്കാര് ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള ടുട്സീസ് എന്ന് പറയുന്ന ഗോത്രക്കാരെ പീഡിപ്പിക്കാനും കൊല്ലാനും വധിക്കാനും എല്ലാം തുടങ്ങിയാണ്, ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ടുട്ടീസ് എന്ന് പറയുന്ന ക്രിസ്തീയ ഗോത്രക്കാരെ മുഴുവൻ അവർ ആക്രമിച്ചു. വൈദികർ, സിസ്റ്റേഴ്സ്, 2 മെത്രാന്മാർ, അതുപോലെ തന്നെ അനേകായിരം കത്തോലിക്കർ അവിടെ വധിക്കപ്പെടുകയാണ്. അനേകായിരം. 3 മാസത്തിനുള്ളിൽ 10 ലക്ഷം ആൾക്കാർ അവിടെ വധിക്കപ്പെട്ടു. ടുട്സീസ് ഈ ഗോത്രക്കാർ വധിക്കപ്പെട്ടു എന്ന് ചരിത്രം പറയുകയാണ്. 10 ലക്ഷം ആൾക്കാർ വെറും 3 മാസത്തിനുള്ളിൽ. എന്നിട്ട് സംഭവിച്ചത് അനേകായിരം ശവശരീരങ്ങൾ മറവ് ചെയ്യാൻ ആളില്ലാതെ ചെതറിക്കിടക്കപ്പെട്ടു. അതുപോലെ തന്നെ കഗേര എന്ന് പറയുന്ന നദിയിൽ അനേക ശവശരീരങ്ങൾ എറിയപ്പെട്ടു. അതിൽ പലതിനും
ശിരസില്ലായിരുന്നെന്നാണ് പറയുന്നത്. 10,000-ലധികം ശവശരീരങ്ങൾ ശിരസില്ലാതെ ആ നദിയിൽ ഒഴുകിപ്പോയി. അതുപോലെ തന്നെ ഈ നദി രക്തപ്പുഴയായി മാറി. അങ്ങനെ വലിയ ഒരു ദാരുണമായ കൂട്ടക്കൊല ആ ദേശത്ത് സംജാതമായി. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ ഇങ്ങനെ ഉണ്ടാകും, യുദ്ധങ്ങളും ഉണ്ടാകും, ആഭ്യന്തര കലഹങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തിന്മകളും തകർച്ചകളും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ദൈവം നൽകി. എന്നാൽ ഈ മുന്നറിയിപ്പ് സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറായില്ല. അപ്പോൾ ഈ റുവാണ്ടൻ ജനതയുടെ പിന്നീടുള്ള കാര്യം നമുക്കറിയാം. യുദ്ധത്തിൽ തകർന്ന ഒരു രാജ്യമായിട്ട് മാറി എന്ന് മാത്രമല്ല, ആ ദേശം മുഴുവനും എയ്ഡ്സ് രോഗത്തിൻ്റെ ഒരു കേന്ദ്രമായി പിന്നീട് മാറി എന്നുള്ളതാണ്. അങ്ങനെ കുടുംബങ്ങളും വ്യക്തികളും സമൂഹങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന ധാർമ്മികമായ ഒരു അപജയത്തിലേക്കെല്ലാം അത് പിന്നീട് എത്തിപ്പെട്ടു എന്ന് നമുക്കറിയാം. ഇതെല്ലാം ചരിത്രമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ, സ്വർഗം നൽകുന്ന മുന്നറിയിപ്പുകൾ ഈ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ സമൂഹത്തിലും കുടുംബങ്ങളിലും ചരിത്രത്തിലും അരങ്ങേറുമെന്ന് ദൈവം പറയുകയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുലിഖിതം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുലിഖിതം. അവിടെ വചനം പ്രത്യേകമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും, എന്നാൽ നിങ്ങൾ അസ്വസ്ഥനാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനം 7-ാമത്തെ വചനം കൂടി വായിച്ചു. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലുണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദേഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കപ്പെടുകയും ദ്വേഷിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന് വചനം പറയാ, യുദ്ധങ്ങൾ ഉണ്ടാകും, ഭിന്നതകളും കലഹങ്ങളും അതുപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള കിംവദന്തികളും എല്ലാം ലോകത്തിലുണ്ടാകും. ഇത് സംഭവിക്കേണ്ടതാണ്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കുമെന്ന് ദൈവത്തിന് വചനം പറഞ്ഞുവെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ട് യുദ്ധങ്ങളുടെ ഒരു നൂറ്റാണ്ടാണ്. ഒന്നാം ലോകമഹായുദ്ധം നടന്നത് നമുക്കറിയാം 1914 മുതൽ 1918 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. 1 കോടിയിലധികം പേര് ആ ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരിച്ചു എന്നുള്ളത് ചരിത്രമാണ്. 9 കോടിയിലധികം പേര് അംഗവിഹീനരായി മാറി. അനാഥരായവരും സ്വത്ത് നഷ്ടപ്പെട്ടവരും ദരിദ്രരായി മാറിയവരുടെ കണക്കുകൾ തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ചരിത്രമാണ്. 2ാം ലോകമഹായുദ്ധത്തിൽ നമുക്കറിയാം 1939 മുതൽ 45 വരെയുള്ള ആ കാലഘട്ടങ്ങൾ 6 വർഷത്തിനുള്ളിൽ 6.5 കോടിയിലധികം പേര് കൊല്ലപ്പെട്ടു. ജപ്പാനിൽ ഹിരോഷിമയിൽ 2.5 ലക്ഷം പേര് വസിച്ചിരുന്ന ആ പട്ടണത്തിലേക്ക് 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി അണുബോംബ് വിട്ട് 2.5 ലക്ഷം പേര് വസിക്കുന്ന പട്ടണത്തിൽ അത്രയും പേര് മരണപ്പെടുകയാണ്. 1945 ഓഗസ്റ്റ് 9-ാം തീയതി നാഗസാക്കിയിൽ ബോംബിട്ടുമ്പോൾ അതിൻ്റെ ടണ്ണേജ് പറയുന്നത് ഇങ്ങനെ 22 ടൺ TNT സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ 2000 അടി ആ ഭൂമിക്ക് മുകളിൽ അത് വരുമ്പോൾ അത് വലിയ ഒരു അഗ്നിഗോളമായി 1/2 മൈൽ വ്യാസമുള്ള ഒരു അഗ്നിഗോളമായിട്ട് 2200 അടി ഉയരത്തിൽ നിന്ന് വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആകാശത്തിൽ ഏതാണ്ട് 60,000 അടി ഉയരത്തിൽ ഒരു പടുകൂറ്റൻ പുകത്തൂണായിട്ട് അത് മാറി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ എല്ലാം പരിണിത ഫലമായിട്ട് വലിയ നാശം അവിടെ സംഭവിച്ചു. 74,000 പേര് ബന്ധു മരിച്ചു എന്നുള്ള ചരിത്രമാണ്. 80,000 പേർക്ക് മാരകമായ മുറിവുകൾ അവിടെ സംഭവിച്ചു ആ സമയത്ത്. അതുകൂടാതെ നമുക്കറിയാം ഇന്നും ജനിക്കുന്ന കുട്ടികൾക്ക് ആറ്റമിക് റിയാക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നും ജനിക്കുന്ന കുട്ടികൾക്ക് ആറ്റോമിക് റിയാക്ഷൻസ് ഇന്നുമുണ്ട് ശരീരത്തിൽ. ചിലർക്ക് മൂക്കില്ല, അല്ലെങ്കിൽ അംഗവിഹീനരായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള മാരക രോഗങ്ങൾ. ഇതെല്ലാം ആറ്റമിക് ആ വികരണം വഴി റിയാക്ഷൻ വഴി ഉണ്ടായി എന്ന് അണുബാധയുടെ ഫലമായിട്ടുണ്ടായി
അന്ധത ബാധിക്കുന്നവർ, ബധിരത ബാധിക്കുന്നവർ, മറ്റനേകം രോഗങ്ങൾ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാ, ഇങ്ങനെ പല രാജ്യങ്ങളും ഈ രണ്ടാം ലോകമഹാ യുദ്ധങ്ങളിലൂടെ തകർക്കപ്പെട്ടു, പുതിയ രാജ്യങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിയാം. 1945 ഈ രണ്ടാം ലോകമഹാ യുദ്ധത്തിലൂടെ പല രാജ്യങ്ങൾ തകർന്നു, പല രാജ്യങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉണ്ടായതാണ് 1947 പിന്നീട് ഉണ്ടായതാണ്, ആ യുദ്ധത്തിന് ശേഷമെല്ലാം ഉണ്ടായതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. നമുക്കറിയാം അവർ ചിതറിക്കപ്പെട്ടുവെങ്കിൽ പിന്നീട് 1947 ഈ യുദ്ധത്തിന് ശേഷം 2-ാം വർഷം അങ്ങനെ ഇസ്രായേൽ രാജ്യമുണ്ടാകുന്നുണ്ട്. നമുക്കറിയാം ജർമ്മനിയും കൊറിയയും പാലസ്തീനയും എല്ലാം വിഭജിക്കപ്പെട്ട രാജ്യങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ 1917 ബോൾഷെവിക് വിപ്ലവം റഷ്യയുടെ രാജഭരണം ഇല്ലാതാക്കി അവിടെയുണ്ടായിരുന്ന രാജ്യം ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ടെല്ലാം വിഭജിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ഇതെല്ലാം ചരിത്രമാണ്. അപ്പം ഇതിൻ്റെ പിന്നിലേക്കെല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാ, ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ വ്യക്തികളും കുടുംബങ്ങളും അതുപോലെ രാജ്യങ്ങളും സ്വീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അനേകം പല വിധത്തിലുള്ള അനേകം തകർച്ചകൾ, തടസ്സങ്ങൾ ലോകത്തിൽ ഇനിയും ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം ഒരു 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ എല്ലാം ഒരു അവസ്ഥ ഇന്ന് ലോകത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിനെക്കുറിച്ച് സ്റ്റെഫാനോ ഗോപിയിലൂടെ പരിശുദ്ധ മറിയം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. 1981 ജനുവരി 1 സ്റ്റെഫാനോ ഗോപിയിലൂടെ നൽകിയ ആ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സമാധാനം നിങ്ങളിലേക്ക് വരുന്നതിനുള്ള ഏക മാർഗം ഞാനാകുന്നു. അപ്പോൾ യേശുവാണ് സമാധാനം നൽകുന്ന ഏക മാർഗം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:27 എടുത്ത് നോക്കിയേ. 14:27 വായിച്ചു. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. അപ്പം യേശു സമാധാനം നൽകുന്നത് ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശുവാണ് സമാധാനം സ്ഥാപിക്കാനുള്ള ഏക മാർഗം. സ്റ്റെഫാനോ ഗോപിയിലൂടെ ഈശോ പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം വെളിപ്പെടുത്തി തരുന്ന കാര്യം ഇതാ, സമാധാനം നിങ്ങളിലേക്ക് വരുന്നതിനുള്ള ഏക മാർഗം ഞാനാണ്. സമാധാനം സ്ഥാപിക്കുന്നതിന് ഇക്കാലത്തുള്ള ആളുകൾക്ക് സാധ്യമല്ലാതായി തീർന്നതിൻ്റെ കാരണം നിർബന്ധ ബുദ്ധിയോട് കൂടിയ അവരുടെ ദൈവനിഷേധമത്രേ. പരിശുദ്ധ മറിയം പറയാം, ഇന്ന് സമാധാനം ലോകത്തിൽ കടന്നു വരാനുള്ള തടസ്സം എന്ന് പറയുന്നത് നിർബന്ധ ബുദ്ധി മൂലമുള്ള ദൈവ നിഷേധം. എന്നിട്ട് പറയുക, ദൈവത്തെ നിഷേധിച്ചുകൊണ്ടും ദൈവിക നിയമങ്ങൾക്കെതിരെ വിപ്ലവം നടത്തിക്കൊണ്ടും മനുഷ്യൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് അഹന്തയും അക്രമവും വർദ്ധിച്ചു വരും. അതിക്രൂരവും രക്തച്ചൊരിച്ചിലിന് ഹേതുവുമായ യുദ്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ യുദ്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരാൻ ഒരു കാരണമെന്ന് പറയുന്നത് ദൈവനിഷേധമാണ്. ദൈവനിഷേധം വരുമ്പോൾ അഹന്തയും അക്രമവും വർദ്ധിച്ചു വരും, യുദ്ധങ്ങൾ ഒന്നിനൊന്നായി പിറകെ വരും. അപ്പോൾ ദൈവത്തെ നിഷേധിക്കാൻ നമ്മൾ തയ്യാറാകരുത്. ദൈവം ആഗ്രഹിക്കുകയാണ്, സ്വർഗം ആഗ്രഹിക്കുകയാണ്, ദൈവത്തെ നിഷേധിക്കരുത്. വീണ്ടും സ്റ്റെഫാനോ ഗോപിയിലൂടെ പറയുകയാണ്, പരിശുദ്ധ മറിയം പറയുന്നു, പല പ്രാവശ്യം മുൻകൂട്ടി കണ്ടതുപോലെ ഒരു 3-ാം ലോക മഹായുദ്ധം മനുഷ്യവർഗത്തിൻ്റെ ഭൂരിഭാഗത്തെയും നശിപ്പിക്കുന്നതിന് ഭീകര കഴിവുള്ള ഒരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയുന്നതിന് ദൃഢമായി നിശ്ചയിച്ചുറയ്ക്കുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കും. നമുക്കറിയാം 3-ാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടാകാൻ പല രാജ്യങ്ങളിലും യുദ്ധങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് മുഴുവൻ യുദ്ധത്തിൻ്റെ ഒരു പുകയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ പരിശുദ്ധ മറിയം പറയുന്ന ദൈവത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ നാഗസാക്കിയിൽ ഇട്ടതിൻ്റെ 10 മടങ്ങ് ശക്തിയുള്ള
ബോംബുകൾ ഇന്ന് പല രാജ്യങ്ങളും സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 10 മടങ്ങ് ശക്തിയുള്ളത്. ഇതിനെക്കുറിച്ച് റഷ്യൻ ഈ അണുബോംബുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധൻ, അയാളുടെ പേര് നിഗാത മോയിഡേവ് എന്നാണ് പേര്, നമ്മൾ വായിൽ നിന്ന് കൊള്ളുന്ന പേരല്ല. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ആണവ ശക്തിയുടെ കട്ടി എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്നത്തെ ബോംബിൻ്റെ ശക്തിയെക്കുറിച്ചും അത് എത്ര നാശകരമായ രീതിയിൽ ഈ ലോകത്തിൽ തകർച്ച കൊണ്ടുവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യത്തെ അണുവായുധ യുദ്ധം ഭൂഗോളത്തെ 1 വർഷത്തേക്ക് ഇരുട്ടിൽ ആഴ്ത്തിക്കളയും. അണുസ്ഫോടനത്തെ തുടർന്ന് ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന ലക്ഷക്കണക്കിന് ടൺ മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും ഭൂഖണ്ഡത്തിൽ ആളിപ്പടരുന്ന അഗ്നിജാലകളും സൂര്യപ്രകാശത്തെ പൂർണ്ണമായും മൂടിക്കളയും എന്ന് പറഞ്ഞാൽ അത്രമാത്രം കാഠിന്യമുള്ള രീതിയിലായിരിക്കും ഇന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആരും ഉണ്ടാകില്ല. അപ്പോൾ യുദ്ധം നടക്കുന്ന അവിടെയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവിടെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അത്രമാത്രം ഭൂഗോളത്തെ മുഴുവനും ചുട്ടുകരിക്കാൻ കപ്പാസിറ്റിയുള്ള ബോംബുകൾ പല രാജ്യങ്ങൾക്കും ഉണ്ട്. ഇതൊക്കെ എടുത്തുനിന്ന് വരും. ഇതെപ്പോഴാണ് പ്രയോഗിക്കുന്നത് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഭ്രാന്തന്മാരുണ്ടേ മതി, അവരെടുത്ത് പ്രയോഗിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം ശ്രദ്ധയും ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടലും, ദൈവത്തിൻ്റെ രാജ്യം ലോകത്തിൽ വരിക, ദൈവത്തെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നമാകും. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഉക്രൈനിൽ ഉള്ള ഒരു ദർശനം കിട്ടിയ പരിശുദ്ധ അമ്മ ദർശനം കിട്ടിയ ഒരാളുണ്ട് ഉക്രൈനിൽ 1992 സെപ്റ്റംബർ 8. അദ്ദേഹത്തിൻ്റെ പേര് ഇതാണ്, ജോസിഫ് ടെറീലിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിലൂടെ പരിശുദ്ധ മറിയം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എൻ്റെ പുത്രനെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ദൈവത്തെ ഉപേക്ഷിച്ച ഈ മനുഷ്യവംശത്തിൻ്റെ മേൽ ഭീകരമായ സംഭവങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നു. ചെറുതും വലുതുമായ അനേകം സംഭവങ്ങൾ ഇതിനകം തന്നെ പല രാജ്യങ്ങളിലും സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ മുഴുവൻ ലോകത്തെയും പിടിച്ചു കുലുക്കുന്ന ഒരു മഹാസംഭവം വരാൻ പോവുകയാണ്. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിലും വലിയൊരു മഹായുദ്ധം മനുഷ്യവംശത്തിൻ്റെ തലയ്ക്ക് മീതെ തൂങ്ങി നിൽക്കുന്നു. അധികം പേരൊന്നും ഈ യുദ്ധത്തെ അതിജീവിക്കുകയില്ല. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും ക്രിസ്തുവിൻ്റെ രാജ്യത്തെ അംഗീകരിക്കുന്നവരും മാത്രമേ ഈ ഭീകരതയെ അതിജീവിക്കുകയുള്ളൂ. യഥാർത്ഥ വിശ്വാസികൾക്ക് തങ്ങളെ തന്നെ സംരക്ഷിക്കുന്നതിനുള്ള ആത്മീയ ജ്ഞാനം കിട്ടുവാനാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. ഇതെല്ലാം ബൈബിളിൽ ക്രിസ്തുവിൻ്റെ പരിശുദ്ധ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. സകല ഇടങ്ങളിലും സാത്താൻ്റെ സന്തതികളായ അന്തിക്രിസ്തുവിൻ്റെ ദാസർ സമാധാനവും ശാന്തിയും പ്രഘോഷിക്കുന്നു. എന്നാൽ ഇതുവരെയും ലോകം ദർശിക്കാത്ത ഒരു ഭീകര യുദ്ധത്തിന് വേണ്ടി സാത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശക്തി നിശബ്ദമായി എല്ലാറ്റിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നു. ഈ ശക്തിയാണ് ആയുധങ്ങൾ സ്വരുക്കൂട്ടുവാൻ രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം സുവിശേഷങ്ങളിലൂടെ നൽകപ്പെടുന്നത് സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ സാത്താൻ്റെ പ്രേരണയാൽ ലോകത്തിൽ ആയുധങ്ങൾ സ്വരൂപിക്കാൻ തുനിയും. അതിന്ന് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് വലിയൊരു മഹായുദ്ധം മനുഷ്യൻ്റെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്നു. സത്യമാണോ? അത് സത്യമാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ പോക്കും അതുപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതുകൊണ്ട് സ്റ്റെഫാനോ ഗോപിയിലൂടെ പരിശുദ്ധ അമ്മ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇങ്ങനെയാണ്: കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്ന കൊടുങ്കാറ്റിനെ പറ്റി ധൈര്യത്തോടും ഉത്കണ്ഠയോടും കൂടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് എൻ്റെ മാർപ്പാപ്പ അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും അവയൊന്നും അവർ വിശ്വസിക്കുന്നില്ല. വിദൂരവും
അപകടകരമായ സ്ഥലങ്ങളിൽ ഇക്കാലത്ത് ഞാൻ പലപ്പോഴും നൽകുന്ന ദർശനങ്ങൾ അവഗണിക്കപ്പെടുന്നു. തത്സമയം നിങ്ങൾ നാശത്തിൽ നിന്ന് ഇഞ്ചുകൾ മാത്രം അകലത്തിലാണ്. എല്ലാവരും സമാധാനത്തിനു വേണ്ടി നിലവിളിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു യുദ്ധം എല്ലായിടത്തും മരണവും നാശവും വ്യാപിപ്പിച്ചുകൊണ്ട് വന്നു എന്ന് വരാം. പ്രശാന്തത, സുരക്ഷിതത്വം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനതകളുടെയും വ്യക്തികളുടെയും ഏറ്റവും വലിയ തകിടം മറിച്ചിലുകളും ആരംഭിച്ചെന്ന് വരാം. ലോകത്തിൻ്റെ തെരുവീതികളിൽ എത്രമാത്രം രക്തം ഒഴുകുന്നതായി ഞാൻ കാണുന്നു. അഗ്നി, ക്ഷാമം, ഭയങ്കര നാശം എന്നിവ നിമിത്തമുള്ള കഷ്ടതകളാൽ എൻ്റെ എത്രമാത്രം പാവപ്പെട്ട മക്കൾ കരയുന്നതായി ഞാൻ കാണുന്നു. അപ്പോൾ പരിശുദ്ധ മറിയം പറയുകയാണ്, ലോകത്തിൽ തിന്മകൾ, യുദ്ധങ്ങൾ കടന്നു വരും, അഗ്നി വരും, ക്ഷാമം വരും, അങ്ങനെ പാവപ്പെട്ട എൻ്റെ മക്കൾ കരയും. എന്നിട്ട് പറയുകയാണ് എല്ലാം സുരക്ഷിതമാണ്, അതുപോലെ പ്രശാന്തതയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള തകിടം മറിച്ചിലുകൾ, യുദ്ധങ്ങൾ കടന്നു വരുമെന്ന് പറയാണ്. ഇതിനെക്കുറിച്ച് ലൂക്കാസ് വിശേഷം 21-ാമത്തെ അധ്യായം 20 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. ലൂക്കാസ് വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒന്നും സംഭവിക്കില്ല, എല്ലാം ടേക്കൻ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ കുഴപ്പമില്ല, സുരക്ഷിതമാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാശം കടന്നു വരും എന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തരികയാണ്. ഇതിനെക്കുറിച്ച് സുവിശേഷത്തിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കാസ് വിശേഷം 21-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വചനങ്ങൾ നമുക്കിത് ഒരുമിച്ച് വായിക്കാം. ജെറൂസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ, പട്ടണത്തിലുള്ളവർ അവിടം വിട്ടുപോകട്ടെ, ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളാണവ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും നിവദിക്കും. അവർ വാളിന്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതിയുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടിമെതിക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലയുടെയും ഇരമ്പൽ ജനങ്ങളിൽ സംഭ്രമമുളവാക്കും. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശ ശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം അടുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ദിവസങ്ങളിൽ, അതിനെക്കുറിച്ച് വചനം പറയുന്ന 23 പ്രത്യേകിച്ച് പറയുകയാണ്, ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്ക് മുലയൂട്ടുന്നവർക്ക് ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും പതിക്കും. അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെയും ദൈവവചനത്തിലൂടെയും യേശു നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ലോകത്തിലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇക്വഡോറിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പട്രീഷ്യ പാച്ചി താൽബൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: കുഞ്ഞുമക്കളെ, പ്രാർത്ഥന, പരിത്യാഗ പ്രവർത്തികൾ, ഉപവാസം, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള നിശ്ചയം തടയുവാൻ സഹായിക്കും. എല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെയാണ്. സകലതും നിങ്ങളുടെ കരങ്ങളിൽ തന്നെ. ഈ വിശുദ്ധീകരണം എൻ്റെ പുത്രൻ അനുഭവപ്പെടുന്ന ദുഃഖം പോലെ കഠിനമാകണമോ അതോ പ്രാർത്ഥനകളാൽ അത് ലഘൂകരിക്കണമോ എന്നത് നിങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മനുഷ്യവംശത്തിൻ്റെ മേൽ വലിയ അത്യാഹിതങ്ങൾ വന്നു ഭവിക്കാൻ പോവുകയാണ്. മൂന്നാം ലോകയുദ്ധം ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നു. മനുഷ്യൻ സ്വയം സൃഷ്ടിച്ച ദുരന്തങ്ങൾ ആഗതമായി കൊണ്ടിരിക്കുന്നു.
അപ്പോൾ പ്രാർത്ഥന, അതുപോലെ തന്നെ പരിത്യാഗ പ്രവൃത്തികൾ, ഉപവാസം, ഇതിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ ലോകത്തിൽ കടന്നു വരാൻ പോകുന്ന ദുരിതങ്ങളെയും യുദ്ധങ്ങളെയും അകറ്റിക്കളയാൻ പറ്റും. ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ മറിയം പറയുകയാണ്. അപ്പോൾ ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള നാശങ്ങൾ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, അതുപോലെ തന്നെ പരിത്യാഗ പ്രവൃത്തികളിലൂടെ ലോകത്തിൽ നിന്നും എടുത്തു മാറ്റാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവസാനമായിട്ടും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ വിഷയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രാർത്ഥനയും പരിഹാരവും പരിത്യാഗവും എല്ലാം നമ്മുടെ ജീവിതത്തെ തിന്മകളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കും. അതിനെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യമുണ്ട്. ഈ ദൈവക്രോധങ്ങൾ, പാപം പെരുകുമ്പോൾ കടന്നു വരുന്ന ദൈവക്രോധങ്ങൾ വിട്ടുപോകാൻ ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൽ 20 മുതലുള്ള വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥനയും പരിഹാരവും ഉപവാസവും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തിന്മയെയും അതുപോലെ ദുഷ്ടൻ്റെ എല്ലാ ആക്രമങ്ങളെയും തടയാൻ, അതുപോലെ യുദ്ധങ്ങളെ തടയാനായിട്ട് പറ്റും എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-20 നമുക്ക് ഒരുമിച്ച് വായിക്കാം. നീതിമാന്മാരും മൃത്യുവശം അനുഭവിച്ചു, മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു, എന്നാൽ ക്രോധം നീണ്ടുന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവിടെ രക്ഷയ്ക്കെത്തി. തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിന് ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനെന്ന് തെളിയിച്ചു. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധ ശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. മൃതദേഹങ്ങൾ ഒന്നിനുമേൽ ഒന്നായി കുന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട് ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു. അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു. 4 രത്നനിരകളിലും പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു. വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി ശിക്ഷയുടെ രുചി അറിഞ്ഞുകൊണ്ട് തന്നെ മതിയായി. ഇപ്പൊ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, കായബലത്താലോ ആയുധ ശക്തിയാലോ നമുക്ക് തിന്മകളെ തടയാനോ പ്രതിരോധിക്കാനോ പറ്റില്ല. അതിനൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പരിഹാരത്തിൻ്റെ ധൂപാർച്ചനയും. അതിലൂടെ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന തിന്മകളെയും യുദ്ധങ്ങളെയും എല്ലാം തടയാനും പ്രതിരോധിക്കാനും, അങ്ങനെ ദൈവജനത്തിന് രക്ഷയുടെ ഒരു ജീവിതം നയിക്കാൻ, സമാധാനത്തിൻ്റെ ജീവിതം നയിക്കാൻ പറ്റും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ഈ ഉപവാസ പ്രാർത്ഥനകൾ, പരിത്യാഗത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ പ്രത്യേകമായിട്ടും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ തിന്മയുടെ പ്രവർത്തനങ്ങളെ തടയാനായിട്ട് പ്രതിരോധിക്കാൻ നമുക്ക് പറ്റും. ദൈവത്തിന് വചനം പറയാൻ. അതുകൊണ്ട് നമ്മൾ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ, തിരുവചനം നൽകുന്ന മുന്നറിയിപ്പുകൾ, സ്വർഗം നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ തിരസ്കരിക്കരുത്. പ്രാർത്ഥനയിലൂടെ, പരിഹാരത്തിലൂടെ, അതുപോലെ തന്നെ ഉപവാസത്തിലൂടെ, പരിത്യാഗ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് തിന്മയുടെ പ്രവർത്തനങ്ങളെ, അത് കുടുംബങ്ങളിൽ നിന്നും, ദേശങ്ങളിൽ നിന്നും, സഭയിൽ നിന്നും, രാജ്യങ്ങളിൽ നിന്നും നമുക്ക് തടയാനായിട്ട് പറ്റും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ക്ലേശങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നഷ്ടധൈര്യരായി മാറരുത്. ഒരുമിച്ച് കൂട്ടായ്മയോടെ, സ്നേഹത്തോടെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ, പരിഹാര പ്രവർത്തനങ്ങൾ, പരിത്യാഗ കൃത്യങ്ങൾ, ഉപവാസങ്ങൾ, ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങൾക്കും ലോകത്തിനും രാജ്യങ്ങൾക്കുമെല്ലാം അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്വർഗത്തിൻ്റെ മുന്നറിയിപ്പുകൾ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളുമെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ, രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ഭൂഖണ്ഡങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും ഉയർത്തി സ്വർഗം നൽകുന്ന മുന്നറിയിപ്പുകളെ വിവേചിച്ചറിയാനുള്ള വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.